സ്ഥാപനം എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഓമന പേരിട്ടുകൊണ്ട് അത് മനുഷ്യൻ തകർത്തു കളഞ്ഞു. മല ഇടിച്ചു കളഞ്ഞു. മനുഷ്യൻ ഭൂമിയുടെ ആണി ഇങ്ങോട്ട് പറിച്ചെടുത്തു. അതുപോലെ അൻകാറുകളെ, നദികളെ, അതിൽ മനുഷ്യന്റെ കൈകടത്തിലുണ്ടായപ്പോൾ വെള്ളങ്ങൾ ഒഴുകേണ്ട സ്ഥാനത്തേക്ക് ഒഴുകാൻ കഴിയാതെ വന്നപ്പോൾ പ്രളയങ്ങൾ ഉണ്ടായി. ആണി പറിച്ചെടുത്തപ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഇങ്ങനെയുള്ള ഓരോ ദുരന്തങ്ങളും ഭൂമിയിൽ ഉണ്ടാകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു ബോക്സ് നിർമ്മിച്ചു, ഒരു ഉദാഹരണം പറയാം. എന്നിട്ട് ആ ബോക്സിന് വേണ്ട സ്ഥലത്തൊക്കെ കുറെ സ്ക്രൂ ചെയ്ത് കൊടുത്തു. അത് നിർമ്മിച്ച ആശാരി നമ്മളോട് പറഞ്ഞു, ഈ സ്ക്രൂ അയച്ചു വെക്കരുത്, അയച്ചാൽ ഇത് നഷ്ടപ്പെട്ടു പോകും ഈ ബോക്സ് എന്ന്. നമ്മൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് ആ സ്ക്രൂ മുഴുവനും അയച്ചിങ്ങോട്ടെടുത്താൽ അത് നഷ്ടപ്പെട്ടു പോയി, അത് ബോക്സ് അല്ലാതെയായി മാറിപ്പോകും. ഇത് സ്വാഭാവികമാണല്ലോ. ഇതാണ് ഇന്ന് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല അങ്ങനെയാണ് പറയുന്നത്. പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ വരെ അവരുടെ പഠന റിപ്പോർട്ട് വരെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹു എന്ത് ക്രൂരതയാണ് ഈ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, അല്ലാഹു എന്ത് അക്രമമാണ് ഈ ചെയ്യുന്നത്, ദൈവം എന്ത് അക്രമമാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ആരാണ് ഇവിടെ അക്രമം നടത്തുന്നത്, ആരാണ് ഇവിടെ ക്രൂരത ചെയ്യുന്നത്? മനുഷ്യരോ അതല്ല അല്ലാഹുവോ? തീർച്ചയായിട്ടും അല്ലാഹു തന്നെ അതിന് മറുപടി പറഞ്ഞു. അല്ലാഹു അവരോട് ഒരക്രമവും ചെയ്തിട്ടില്ല. അവരോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. മനുഷ്യരോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫീമാ കസബത് അയ്ദീകും വയഅഫു അൻ കസീർ. 42-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാം, നിങ്ങൾക്ക് എന്ത് ആപത്തുകൾ ഉണ്ടായാലും, എന്ത് വിപത്തുകളാണോ നിങ്ങൾക്കുണ്ടാകുന്നത്, എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം നിങ്ങളുടെ കൈകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, അത് ആത്മീയമായ പ്രവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ ഭൗതികമായ പ്രവർത്തനങ്ങളാകാം. അതാണ് നിങ്ങൾക്ക് എന്ത് ആപത്തുകൾ ഉണ്ടാകാനും കാരണമെന്ന് അല്ലാഹു തആല നമ്മളോട് പറയാം. എന്നിട്ട് അല്ലാഹു തആല മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, വയഅഫു അൻ കസീർ. മിക്കതും അല്ലാഹു തആല മാപ്പ് തന്നേക്കുകയാണ്. പലതും അല്ലാഹു വേണ്ട എന്ന് വെച്ചേക്കുകയാണ്. ഇടക്ക് ചില പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിരപരാധികളെല്ലാം അതിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. വൃദ്ധരതകൾ അകപ്പെട്ടു പോകുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെ കാലില് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ ഉറുമ്പുകൾ കാരി വന്നു കടിച്ചു. കടിക്കുന്നത് ആ ഉറുമ്പുകളെല്ലാം നമ്മളെ കാലിൽ കടിക്കൂല. 4-5 ഉറുമ്പുകൾ കടിക്കും. പക്ഷേ എല്ലാറ്റിനെയും മറ്റേ കാല് ഉയർത്തി ചവിട്ടി നമ്മൾ അങ്ങ് ഉരച്ചു കളയും. നിരപരാധികളായ ഉറുമ്പിനെ വരെ നമ്മൾ ചവിട്ടി അപകടപ്പെടുത്തുന്നുവെങ്കിൽ അതൊരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അല്ലാഹു തആല പറയുന്നത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ. നിങ്ങൾ സൂക്ഷിക്കണം. മനുഷ്യരോടാണ് പറയുന്നത്. നിങ്ങളെ കൈകൊണ്ട് പ്രവർത്തിക്കുന്ന കാരണമായിട്ടാണ് ഭൂമിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ. നിങ്ങളിൽ നിന്ന് അക്രമികൾക്ക് മാത്രമല്ല അതിൻ്റെ നാശമുണ്ടാവുക, അതിൻ്റെ ഫിത്നയുണ്ടാവുക, നിരപരാധികളും അതിലകപ്പെട്ടു പോകും എന്ന് അല്ലാഹു തആല നമ്മളോട് പറയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പറയുന്നത്? മനുഷ്യന് സൂക്ഷിക്കാൻ വേണ്ടിയാണ്, മനുഷ്യന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഒരു ക്രൂരനാണ് പടച്ചവനെങ്കിൽ അള്ളാഹു അങ്ങനെയൊന്നും പറയേണ്ടതില്ല. കുടുങ്ങുന്നവർ കുടുങ്ങട്ടെ, അനുഭവിക്കുന്നവർ അനുഭവിച്ചു പോട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു.